വിശുദ്ധ റോക്കി. രോഗികളുടെ പ്രത്യേക മധ്യസ്ഥനെന്ന് അറിയപ്പെടുന്ന റോക്കി 1295 ഫ്രാൻസിലെ ലാംഗ്വാഡോക്കിൽ ജനിച്ചു. അദ്ദേഹം മോൺസിഞ്ഞോർ പെല്ലിയറിലെ ഗവർണറുടെ ഏക മകനായിരുന്നു. വിശുദ്ധൻ ജനിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ചുവപ്പ് നിറത്തിലുള്ള ഒരു കുരിശടയാളം കാണപ്പെട്ടിരുന്നു. തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നതിലും സാധുക്കളായ രോഗികളെ പരിചരിക്കുന്നതിലും ബാല്യത്തിൽ തന്നെ റോക്കി അതീവ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. 20-ാമത്തെ വയസ്സിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട വിശുദ്ധൻ തനിക്ക് ലഭിച്ച സ്വത്ത് മുഴുവൻ ദരിദ്രർക്കും രോഗികൾക്കുമായി നൽകിയ ശേഷം ഒരു തീർത്ഥകന്റെ വേഷം ധരിച്ച് കാൽനടയായി റോമായിലേക്ക് തിരിച്ചു. മാർഗമധ്യേ ഒരു ഗ്രാമത്തിൽ പ്ലേഗ് ബാധിച്ചിരിക്കുന്നതായി അദ്ദേഹം അറിയുവാനിടയായി. ഉടൻ തന്നെ റോക്കി അവിടേക്ക് പുറപ്പെടുകയും അവരെ തനിക്കാവും വിധം ശുശ്രൂഷിക്കുകയും ചെയ്തു. 3 വർഷത്തോളം അദ്ദേഹം ഇങ്ങനെ ഇറ്റലിയിൽ താമസിച്ചു. നിരന്തരമായ അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളുടെ ഫലമായി പല ഗ്രാമങ്ങളും പ്ലേഗ് ബാധയിൽ നിന്ന് വിമുക്തമായി. പക്ഷേ തിരികെ പോരുമ്പോൾ അദ്ദേഹത്തെയും ഈ മാരകരോഗം ബാധിച്ചിരുന്നു. എന്നാൽ അനേകരെ ശുശ്രൂഷിച്ച റോക്കിയെ ശുശ്രൂഷിക്കുവാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഗ്രാമവാസികൾ അദ്ദേഹത്തെ അവിടെ നിന്ന് ബഹിഷ്കരിക്കുകയാണുണ്ടായത്. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട വിശുദ്ധൻ അവസാനം ഒരു വനത്തിൽ അഭയം പ്രാപിച്ചു. ഒഴിഞ്ഞുകിടന്ന ഒരു ഗുഹയിൽ ശയിച്ചിരുന്ന അദ്ദേഹം കഠിനമായ ദാഹത്താൽ പീഡിപ്പിക്കപ്പെട്ടു. സമീപത്തെങ്ങും ഒരു തുള്ളി ജലമില്ലാതെ വന്നതിനാൽ വിശുദ്ധൻ ദൈവസഹായം തേടി. ഉടൻ തന്നെ അദ്ദേഹം കിടന്നിരുന്നതിനടുത്തായി ഒരു നീരുറവ പ്രത്യക്ഷപ്പെടുകയും അതിൽ നിന്ന് തൃപ്തി വരെ കുടിച്ച് തന്റെ ദാഹത്തിന് ശമനം വരുത്തുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ ഒരു നായയാണ് അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണം കൃത്യമായി എത്തിച്ചിരുന്നത്. പതിയെ രോഗത്തിൽ നിന്ന് വിമുക്തരായ വിശുദ്ധൻ അധികം താമസിക്കാതെ സ്വദേശമായ മോൺപെല്ലിയിലേക്ക് തിരികെ വന്നു. അദ്ദേഹം അവിടെ പ്രവേശിച്ച ഉടനെ ഒരു ചാരനാണെന്ന് കരുതി വിശുദ്ധനെ പട്ടാളം ബന്ധിച്ച് കാരാഗൃഹത്തിലാക്കി. സകലരാലും പരിത്യക്തരായി 5 കൊല്ലം അതിക്രൂരമായ ക്ലേശമധ്യേ അദ്ദേഹം ജീവിച്ചു. തന്റെ ഈ ലോകവാസം അവസാനിക്കാറായി എന്ന് മനസ്സിലാക്കിയ വിശുദ്ധൻ കുമ്പസാരിക്കുന്നതിനായി ഒരു വൈദികനെ ആവശ്യപ്പെട്ടു. ആ പുരോഹിതനിലൂടെയാണ് റോക്കിയുടെ വിശുദ്ധി പുറംലോകം അറിഞ്ഞത്. 1327 കാരാഗൃഹത്തിൽ വെച്ചുതന്നെ അദ്ദേഹത്തിന്റെ ആത്മാവ് ദൈവകരങ്ങളിലേക്ക് പറന്നുയർന്നു. വിശുദ്ധന്റെ മരണശേഷം മാത്രമാണ് അദ്ദേഹം ആരെന്ന് ലോകം തിരിച്ചറിഞ്ഞത്. മരണശേഷം വിശുദ്ധന്റെ മധ്യസ്ഥതയിൽ ധാരാളം അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിച്ചു. ഉർബൻ 8-ാമൻ മാർപ്പാപ്പയാണ് റോക്കിയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. ആഗസ്റ്റ് 16 ഹംഗറിയിലെ വിശുദ്ധ സ്റ്റീഫൻ. ജനനം 977, മരണം 1038. ഹംഗറിയിലെ 4-ാമത്തെ പ്രഭു ഗെയ്സ ചില ക്രിസ്തീയ മിഷണറിമാരോടുള്ള സമ്പർക്കത്താൽ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കാനിടയായി. ഭാര്യ സർലോത്തിന് ക്രിസ്തീയ വിശ്വാസ സത്യങ്ങൾ അത്യന്തം ഇഷ്ടപ്പെട്ടു. രാജ്ഞി ഗർഭിണിയായപ്പോൾ പ്രഥമ രക്തസാക്ഷിയായ സ്റ്റീഫൻ സ്വപ്നത്തിൽ രാജ്ഞിയെ അറിയിച്ചു കുട്ടി ആണായിരിക്കുമെന്നും അവന്റെ കാലത്ത് വിഗ്രഹാരാധന ഇല്ലാതാകുമെന്നും. ശിശു 997 ജനിച്ചു. സ്റ്റീഫൻ എന്ന് പേരിടുകയും ചെയ്തു. പ്രേഗിലെ മെത്രാനായിരുന്ന വിശുദ്ധ അഡൽബർട്ടാണ് സ്റ്റീഫനെ ജ്ഞാനസ്നാനപ്പെടുത്തിയതും പ്രാഥമിക ശിക്ഷണം നൽകിയതും. 997 ഗെയ്സ മരിക്കുകയും സ്റ്റീഫൻ രാജ്യഭരണം ആരംഭിക്കുകയും ചെയ്തു. ഭരണമേറ്റയുടനെ വിഗ്രഹാരാധന അവസാനിപ്പിക്കണമെന്ന് സ്റ്റീഫൻ ആഗ്രഹിച്ചു. മിഷണറിമാരുടെ കൂടെ രാജാവും പോയി. ചിലർ രാജാവിനെതിരെ ആയുധമെടുത്തെങ്കിലും സമരത്തിൽ രാജാവ് ജയിച്ചു. ഹംഗറിയിൽ 11 രൂപതകൾ സമാരംഭിച്ചു. അവ അംഗീകരിച്ച് റോമ സിംഹാസനത്തിൽ നിന്നുവന്ന ബൂളകൾ പേപ്പൽ സന്ദേശവാഹകരെ മുട്ടുകുത്തി സമാദരിച്ചാണ് സ്റ്റീഫൻ സ്വീകരിച്ചത്.
ജർമ്മനിയിലെ ഹെൻറി രാജാവിന്റെ സോദരി ജിനലയെയാണ് രാജാവ് വിവാഹം കഴിച്ചത്. രാജ്ഞി ഭർത്താവിന്റെ തത്വങ്ങളെ അത്യധികം ബഹുമാനിച്ചു പോന്നു. വ്യഭിചാരം, ദൈവദൂഷണം, കൊലപാതകം, മോഷണം മുതലായ പരസ്യ കുറ്റങ്ങൾ നിയമം മൂലം നിരോധിച്ചു. ക്രിസ്ത്യാനികൾ വിഗ്രഹാരാധകരെ വിവാഹം ചെയ്തുകൂടെന്ന് നിയമമുണ്ടാക്കി. ഒരിക്കൽ വേഷപ്രച്ഛന്നനായി രാജാവ് ധർമ്മം കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഭിക്ഷുക്കൾ അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്തു. ഈ നിന്ദനവും അദ്ദേഹം സ്വീകരിച്ചു. എന്നാൽ വേഷപ്രച്ഛന്നനായി ധർമ്മം കൊടുക്കാൻ പിന്നീട് ഉദ്യമിച്ചില്ല. ഞായറാഴ്ച കുർബാനയിൽ സംബന്ധിക്കാത്തതിനും മാംസവർജന നിയമം ലംഘിക്കുന്നതിനും അദ്ദേഹം ശിക്ഷ നൽകിയിരുന്നു. ആരോടും യുദ്ധം ചെയ്യാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. ശത്രുക്കൾ ആക്രമിക്കുമ്പോൾ പ്രാർത്ഥനയിലും പ്രായശ്ചിത്തത്തിലും അഭയം തേടുകയാണ് ചെയ്തിരുന്നത്. ജർമ്മനിയിലെ കോൺറാഡ് രാജാവ് വലിയ ഒരു സൈന്യത്തോടെ യുദ്ധത്തിന് വന്നെങ്കിലും സ്റ്റീഫൻ രാജാവിനോട് യുദ്ധം ചെയ്യാതെ മടങ്ങുകയാണ് ചെയ്തത്. വയസ്സായപ്പോൾ ജനങ്ങളെ വിളിച്ച് തന്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാനും രാജ്യം ദൈവമാതാവിന്റെ സംരക്ഷണത്തിൽ ഏൽപ്പിക്കാനും തിരുസിംഹാസനത്തോടുള്ള വിധേയത്വം പാലിച്ചു പോരാനും ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വസ്തത പാലിക്കാനും സ്റ്റീഫൻ രാജാവ് അഭ്യർത്ഥിച്ചു. താമസിയാതെ കൂദാശകൾ ഭക്തിപൂർവ്വം സ്വീകരിച്ചു. 1038 സ്വർഗാരോഹണ തിരുനാൾ ദിവസം രാജാവ് ദിവംഗതനായി. ഹംഗറിയുടെ ഏറ്റവും മഹാനായ ഭരണാധികാരിയായിരുന്ന വിശുദ്ധ സ്റ്റീഫനെ അദ്ദേഹത്തിന്റെ പുത്രൻ എമറിക്കിന്റെ കൂടെ ഗ്രിഗറി 7 മാർപ്പാപ്പ 1083 വിശുദ്ധൻ എന്നു പേര് വിളിച്ചു. അദ്ദേഹത്തിന്റെ വലതുകരം അഴിയാതെയിരിക്കുന്നു. വിചിന്തനം. 11 പീയൂസ് മാർപ്പാപ്പ പറയാറുള്ളതുപോലെ തിരുസഭയോട് ചേർന്ന് ചിന്തിക്കുക അനിവാര്യമാണ്. വിശുദ്ധ സ്റ്റീഫൻ ഇക്കാര്യത്തിൽ നൽകുന്ന മാതൃക നമുക്ക് ഉത്തേജകമായിരിക്കട്ടെ.